ടോർച്ച് അടിച്ച് നോക്കുക ചെയ്തു. ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ എന്താ കാണണമെന്ന് വെച്ചാൽ കുട്ടിയുടെ തല വന്നു തുടങ്ങി പുറത്തേക്ക്. തേജുവിൻ്റെ തല പുറത്തേക്ക് വന്നു തുടങ്ങി. അതവർ കാണണത്. അത് കണ്ട വഴിക്ക് തന്നെ ഡോക്ടർ പറഞ്ഞു, അയ്യോ ഈ കുട്ടീനെ അങ്ങോട്ട് കെടുത്തെന്ന് പറഞ്ഞു. കെടുത്തെന്ന് പറയുമ്പോൾ ഞാൻ ചാടി എനിക്കേ ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നടത്തിച്ചില്ല എന്നെ. എനിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ എന്താ പറയുക, 2 പഠിക്കണ ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവില്ല, 2 പയ്യന്മാരുണ്ടായിരുന്നു. 2 പയ്യന്മാരെൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു, കാലും പിടിച്ചിട്ട് എന്നെ എങ്ങനെ എടുത്തുകൊണ്ടിട്ട് നേരെ നമ്മളെ പ്രസവിക്കാൻ കിടക്കില്ല ഒരു ലൈറ്റൊക്കെ വെച്ച് അവിടെ കൊണ്ട് കിടത്തി. അതുവരെ ഞാൻ ആ റൂം ഇങ്ങനെ എത്തിച്ചോക്കെ ചെയ്തിരുന്നു. ഒരൊറ്റടിക്ക് എന്നോട് കേട്ടിപ്പോൾ എൻ്റെ കിളി മൊത്തം പോയി. ഞാൻ അങ്ങനെ 2 കണ്ണോട്ട് നോക്കി, ഇവിടെ ലൈറ്റ് അവിടെ ലൈറ്റ്, മുകളിൽ എന്തൊരു സംഭവം, അങ്ങനെയുള്ള സാധനങ്ങൾ അതൊക്കെ കൂടിയപ്പോൾ എനിക്ക് ഫുള്ള് ടെൻഷനായി. ഇത് നമ്മൾ പ്രസവമാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ പ്രസവിപ്പിക്കാൻ കൊണ്ട് കെടുത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നടന്നായിരുന്നു എന്നെ എടുത്തിട്ട് അങ്ങോട്ട് ഓടിയത്. അപ്പൊ ഈ കുട്ടിയുടെ തല കാണേണ്ടതൊന്നും ഞാൻ അറിയണില്ല, എന്താ നടക്കണമെന്ന് അറിയണില്ല. അതിന് മുന്നേ ഞാൻ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ഇപ്പുറത്ത് പ്രജിഷയുടെ തോന്നുന്നു എന്തോ വെള്ളം പൊട്ടിച്ച് കളയുക അങ്ങനെ എന്തോ. ഞാൻ ഇപ്പുറത്ത് ഇങ്ങനെ ഇടങ്ങാനിട്ട് നോക്കിയപ്പോൾ മറ്റേ കത്രിക കൊടുത്തിട്ട് വെള്ളം പൊട്ടിച്ച് കളയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തല മൊത്തം പെരുകിയിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനെ എന്തോ ചെയ്യാനോ ബെറ്റർ കൊണ്ടുപോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല ഏട്ടാ, വെള്ളം പൊട്ടിച്ചിട്ട് കളയുകയാണ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് സംഭവം. അങ്ങനെ കട്ട് ചെയ്തിട്ട് നാളെ ഡെലിവറി കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ബ്ലഡും വെള്ളവും ഒരു ബക്കറ്റിക്ക് ഇങ്ങനെ ചാടിക്കുന്നു ഞാൻ കണ്ടു. ഞാൻ ഉറപ്പിച്ചു എന്നോട് കൊണ്ട് കെടുത്തി. ഈശ്വര എന്നെ ഇപ്പോൾ ഒരു കത്രികയൊക്കെ എടുത്ത് വരും, എന്നെ ഇപ്പോൾ വെട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എനിക്കറിയില്ല ഇങ്ങനെ ആകരുതായി. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെറുട്ടിൽ വന്നിട്ട് ഇങ്ങനെ പതുക്കെ പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട, മോളുടെ ഡെലിവറി ടൈം ആയി, ഒരു പേടിക്കണ്ട, നോർമൽ ഡെലിവറി ഉറപ്പ്, ഷുഗർ തരാൻ ഡോക്ടർ, നോർമൽ ഡെലിവറി ആവും. കുട്ടിയുടെ തല വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, മോള് നന്നായി പുഷ് ചെയ്തോ അങ്ങനെ ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ. അത് ഭയങ്കരക്ക് ദൈവം വന്ന് പറയണ പോലെ ആയിട്ടപ്പോൾ തോന്നിയത്. ഭയങ്കര അതും എൻ്റെ ഡോക്ടർ വിനീത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറാണ് കേട്ടോ. പക്ഷെ ഡോക്ടറുടെ ഡ്യൂട്ടി ടൈം പിറ്റേ ദിവസമായിരുന്നു. അതാ തോന്നി എൻ്റെ ഡെലിവറി പിറ്റേന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. മേ ബി അതാവും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു മെയിൽ ഡോക്ടറായിരുന്നു. എന്താ ഡോക്ടറുടെ പേര്, കാർത്തിക് അങ്ങനെന്തോ, കുറച്ച് ഏജുള്ള ഡോക്ടറാണ്. ആള് വന്നിട്ട് ശരിക്കൊരു ദൈവം പറഞ്ഞു, ഭയങ്കര സൈലന്റ് ആയിട്ട് എല്ലാവരും സൈലന്റ് ആയി ഭയങ്കര ഇതിൽ വന്നിട്ട് എൻ്റെ ചെവിടിൻ്റെ ഞാൻ അങ്ങനെയൊക്കെ എടുക്കണം. ഞാൻ പെട്ടെന്ന് ഇതാ കേൾക്കണത്. അപ്പൊ പെട്ടെന്ന് നമുക്കൊരു അതിശയല്ലേ. ഞാനിങ്ങനെ ശരിക്കും നമ്മളൊരു സ്വർഗത്തിലാണോ നരകത്തിലാണോ ഒന്നും അറിയില്ലല്ലോ. അതും ഭയങ്കര നൈസ് സൗണ്ടിൽ വന്നിട്ടാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ ഞെട്ടി ഡോക്ടറെ നോക്കിയില്ല. ഞാൻ ഈ പറയുന്നത് മാത്രം ശ്രദ്ധിച്ച് എൻ്റെ മുകളിലെ ലൈറ്റ് നോക്കിയിട്ടാണ് എടുക്കണത്. അപ്പൊ ഇങ്ങനെ പറയണ്ട. എന്നിട്ടാണ് ഞങ്ങൾ തിരിഞ്ഞപ്പോൾ ഡോക്ടറാണ്. ഇതൊക്കെ ശരിക്കൊരു ദൈവം വന്ന് നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു തരില്ല, ഇങ്ങനെ ചെയ്തോ, അങ്ങനത്തെ ഒരു ഫീലാണ് നോട്ടേക്ക് വന്നത്. അപ്പൊ പറയുമ്പോൾ എൻ്റെ മേലൊക്കെ ധരിക്കുന്നു. അപ്പൊ ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പ് തരുന്നുണ്ട്, ഒരു പേടിയും പേടിക്കുന്ന മോളെ നോർമൽ ഡെലിവറി ആവും അങ്ങനെ പറയുമ്പോൾ. അപ്പൊ പിന്നെ ഞാൻ ഇത് പുഷ് ചെയ്തോന്നൊക്കെ പറയുന്നുണ്ടാ. അപ്പോൾ സമയം ഞാൻ പറഞ്ഞുതരാം. 8 മണി 9:30 8 മണിക്ക് ഞാൻ മരുന്ന് തന്നു പറഞ്ഞില്ലേ. ഒരു 10 മണി 10:30 വരെ ഞാൻ ഈ സംഭവം കൊണ്ട് നടക്കുക കേട്ടോ. ഈ വേദനയും ഇതെല്ലാം കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം കൊണ്ട് ഞാൻ നടന്നു വന്നെങ്കിൽ എൻ്റെ വെള്ളം പൊട്ടി പോവുകയും മഷി കയറുക എന്നൊക്കെ പറയില്ലേ കുട്ടിക്ക്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 മണിക്കൂർ ഞാൻ പിടിച്ച് നടന്നു. അതുകൊണ്ട് അങ്ങനെ 10:30 10:45 11 മണി ഏകദേശം ആയിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് കേട്ടോ ഇതിങ്ങനെ പറയുന്നത്. അപ്പം പിന്നെ എന്നോട് 4-5 ഡോക്ടർമാർ വന്നു. അവർ വന്നു പറഞ്ഞു തുടങ്ങി, മോളെ പുഷ് ഇത് ചെയ്യ് അത് ചെയ്യുന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്നെ ചീത്ത പറയുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഭയങ്കര നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹത്തിൽ അവർ സംസാരിക്കുന്നു. മോളെ എങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്ത് മോളെ എന്ന് മാത്രമാണ് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നഴ്സുമാരായിക്കോട്ടെ അവിടെ നിൽക്കുന്ന എല്ലാവരും അതാ വിളിക്കുന്നുള്ളൂ. ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏറ്റുമിറ്റ് അമ്മയും വിൻഷാൻ്റെ അമ്മയും പുറത്താട്ടോ. അതാണ് ഏറ്റുമിറ്റ്. ഇവർക്ക് ഇതൊന്നും അറിയണില്ല, ഇവർ ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണമെന്ന്. ഇവരുടെ വിചാരം ഞാൻ ഇനിയിപ്പോൾ അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവുന്നു. അപ്പം ഞാൻ കിടക്കണ സമയത്ത് ആരെങ്ങാണ്ടോ പുറത്തേക്ക് പോയപ്പോൾ ഇവർ പുറത്തേക്ക് വരുന്നവരോട് ചോദിക്കില്ല, സൂര്യ അവിടെ എന്താ ചെയ്യുന്ന സൂര്യ. അപ്പോൾ ആയോ പറഞ്ഞു അവൾ അവിടെ കിടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു അന്ന് അവൾ ഉറങ്ങിയിട്ടുണ്ടാവും, ക്ഷീണം കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടാവും. ഇവരുടെയൊക്കെ വിചാരം ഞാൻ കിടന്ന് ഉറങ്ങുക കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഇവരാരോ പുറത്തേക്ക് നേഴ്സുമാർ ചെന്നിട്ട് പറഞ്ഞു സൂര്യയുടെ വീട്ടുകാരാരാ വെള്ളമുണ്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇവര് എന്തെന്ന് വെള്ളമുണ്ട്, അപ്പോൾ വേഗം എടുത്തു പറഞ്ഞു. അപ്പോൾ അമ്മ വിചാരിച്ചു ഇനിയിപ്പോൾ വേറെ എന്തിനാണ് ഇപ്പോഴും ഒരു ഡെലിവറിയുടെ ചിന്തിക്കണില്ല, ഇതൊന്നും ചിന്തിക്കണില്ല. അങ്ങനെ അമ്മ വെള്ളമുണ്ടൊക്കെ കൊണ്ടുകൊടുത്തു. എനിക്ക് അതൊക്കെ കൊടുന്ന് വെച്ചു. അങ്ങനെ എന്തോ അങ്ങനെ ചെയ്തു. ലാസ്റ്റ് എന്നിട്ട് പുഷി പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും ഞാൻ പറയണു എനിക്ക് അങ്ങനെ പ്രസവ വേദന എന്ന് ഓർക്കാൻ മാത്രം എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. കുറേ പേര് പറയില്ല അയ്യോ പ്രസവ വേദന ഓർക്കുമ്പോൾ തന്നെ വെയ്യാന്ന് പറയില്ല. പക്ഷെ ആ ഒരു സംഭവം എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ പ്രസവ വേദന എന്ന് പറഞ്ഞെനിക്ക് എന്താന്ന് എന്തോ എനിക്കറിയില്ല ഇങ്ങനെ പറയാൻ. ഇപ്പോഴും അമ്മയൊക്കെ പറയുന്ന ഭാഗ്യം എന്നാ പറയുള്ളൂ എന്നോട്. പെട്ടെന്ന് എൻ്റെ ഡെലിവറി കഴിഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ കയറി കുട്ടിയുടെ തല കണ്ടു എന്ന് പറഞ്ഞു.
അങ്ങനെ എന്നിട്ട് ഇവരെന്നോട് പുഷി എന്നൊക്കെ പറയുന്നുണ്ടാ. അപ്പോഴും വേദന ഉണ്ട്, നമുക്ക് ഒട്ടും വേദന ഇല്ല എന്നല്ല. പക്ഷെ ഇനിയിപ്പോൾ അതോ ഞാൻ ഈ പ്രസവ വേദന എന്ന് പറയുമ്പോൾ ഒരുപാട് ഞാൻ ചിന്തിച്ച് കൂട്ടിയോണ്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറവായിട്ട് തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. അതും അങ്ങനെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞോണ്ടായിരിക്കാം. ചിലവരൊക്കെ ഇന്ന് എൻ്റെ ഒപ്പം ഇതുപോലെ അപ്പുറത്തോടെ വേദനിച്ച് കൊടുക്കണവർ പിറ്റേ ദിവസം പ്രസവിച്ചവരുണ്ട്, ചിലവരെ സിസേറിയനെ കൊണ്ടുപോയവരും ഉണ്ട്. അത് വെച്ച് നോക്കിയത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറയത്തക്കം പ്രസവ വേദന അങ്ങനെ നല്ല വേദന അനുഭവിച്ചിട്ടുണ്ട് ഞാനെന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അത്രയ്ക്ക് തോന്നിയിട്ടില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ അവർ പുഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. വേദന അങ്ങനെ വരുന്നുണ്ട് കേട്ടോ, സംഭവം വേദന ഉണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ ഇത് പുഷ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് എനിക്ക് തലോണ വെച്ച് തരുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഒരു ഡോക്ടർ വന്നിട്ട് എൻ്റെ വയറിൻ്റെ ഇവിടെ പിടിച്ചിങ്ങനെ തള്ളി കൊടുക്കുന്നുണ്ട്. എന്നോട് തല കൊടുത്തിട്ട് മുട്ടിൻ്റെ അവിടെ വെച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു. ഞാൻ പറയുന്നതൊക്കെ ഞാൻ പറയില്ല, ഡോക്ടറുടെ ഒരു സംസാര രീതി പറഞ്ഞാൽ അലറി പൊളിച്ച് അങ്ങനെയല്ല നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. നേഴ്സുമാരായാലും മോളെ ഇങ്ങനെ വെച്ചോ, ഒരു എന്താ പറയുക, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കണം, വല്ലാണ്ടില്ല. ഇപ്പോൾ ഡോക്ടറായാലും മോളെ ഇങ്ങനെ ഇരുന്നോ, മോളെ അങ്ങനെ വെപ്രാളടിക്കുമ്പോഴല്ലേ നമുക്കും കൂടുതൽ ടെൻഷൻ. ഒരു വെപ്രാളടിക്കാൻ ഒന്നിനും നിന്നിട്ടില്ല, ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ടായിരുന്നു സംസാരിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു കിടന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ ഞാൻ പറഞ്ഞേ, ഞാനിങ്ങനെ പ്രസവിച്ചിട്ട് ലാസ്റ്റ് എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക അവർ പറയണ പോലെയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ എന്താ പറയുക ഇങ്ങനെ എന്തോ ഒരു കനം വന്നിട്ട് പെട്ടെന്ന് എൻ്റെ വയറിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം പുറത്തേക്ക് വന്ന പോലെ എനിക്ക് തോന്നി, ഫീൽ ചെയ്തു. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ സ്റ്റിച്ച് അതായത് നമ്മുടെ അവിടെ ഓപ്പൺ ആക്കിയതോ കട്ട് ചെയ്തോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല അവർ ചെയ്തൊന്നും. സംഭവം എന്നിട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ അവിടെ എന്തോ പറയുക ഇവളും ചുറ്റാമ്പറൊക്കെ പറയില്ലേ, ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക വെള്ളത്തിൽ കൂടെയൊക്കെ നമ്മൾ വണ്ടർലയിലൊക്കെ പോയി ഇങ്ങനെ വരില്ല, അതേപോലെ ഒരു ഫീലാണ്. എന്തോ ഒരു സാധനം അങ്ങോട്ട് ചാടിയ പോലെയൊക്കെ തോന്നി. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഡോക്ടർമാരൊക്കെ അവിടെ നിന്ന് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ഡോക്ടർ നേഴ്സിൻ്റെ എടുത്ത് കൊടുത്തു. നേഴ്സിൻ്റെ എടുത്ത് കൊടുത്തിട്ട് എൻ്റെ മൈൻഡിൽ എന്താ ഇപ്പോൾ പെൺകുട്ടി ഇട്ടാ. ഞാൻ എന്നിട്ട് ആ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞൊരു ഭയങ്കരമായിട്ട് കണ്ടപ്പോൾ ഞാൻ ഈശ്വര പെൺകുട്ടി അങ്ങനെ ഞാൻ നിൽക്കണത്. അങ്ങനെ എനിക്ക് എൻ്റെ ബോധം പോയി ഒന്നുമില്ല, എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്നിട്ട് ഡോക്ടർ കൊടുക്കുന്നത് അട്ട മോളെ കുട്ടി എന്ന് പറഞ്ഞിട്ടാ. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ രണ്ട് കവള് തേജുണ്ട്, ഈ രണ്ട് കവള് ഇത്ര ഉണ്ട്, കണ്ണൊന്നും കാണാനില്ല കേട്ടോ, ഈ രണ്ട് കവളും ഇങ്ങനെ ഉണ്ട്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കവളും മൂക്കിൻ്റെ ഒരു തുമ്പ് മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇടങ്ങളിട്ട് നോക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു ആൺകുട്ടിയാട്ടോ പറഞ്ഞു. അപ്പം എന്ത് ചോദിച്ചു ഞാൻ, അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ആൺകുട്ടിയായിട്ട് മോളെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് ചോദിച്ചു എന്ത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല ഇതിൽ പറഞ്ഞിട്ട് ആണോ നോക്കട്ടെ അവർക്ക് ഞാൻ ആദ്യം നോക്കട്ടെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ കാണിച്ചതിന്റെ കുട്ടിയുടെ മുഖം. അപ്പൊ ഞാൻ നോക്കണത് അടിയിലേക്കാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ അടിക്കും കൂടി നോക്കട്ടെ പറഞ്ഞ ആന്ന് പറഞ്ഞിട്ട് എൻ്റെ മുഖത്തൊരു സന്തോഷം ഒന്നുമില്ല. ഞാൻ അങ്ങനെ കുറച്ചൊരാളാ പടച്ചോനേച്ച് ഇങ്ങനെ കിടന്നുട്ടാ. ഒരു ഇതുമില്ല ആ സമയത്ത് പറഞ്ഞ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ആൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതേപോലെ ഞാൻ പുറത്തുള്ളവർക്കും ഇവരിത് വിളിച്ചിട്ട് ഓടിച്ചു നിന്നിട്ട് സൂര്യ പ്രസവിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെയും മിൻചേട്ടൻ്റെ അമ്മയുടെയും എല്ലാവരുടെയും കിളി പോയി. അപ്പോൾ കാരണം ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ല, ഇതിനുള്ളിൽ നടക്കണതൊന്നും ഇവർ അറിയണില്ലല്ലോ. എന്നാൽ അവിടെ പറയുക സൂര്യനെ ഡെലിവറിക്ക് കയറ്റിയിട്ടുണ്ടെന്നൊന്നും അവർക്ക് ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല. പെട്ടെന്ന് തന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകണം തന്നെ. അപ്പൊ പറഞ്ഞപ്പോൾ വിൻചേട്ടൻ്റെ അമ്മ എൻ്റെ അമ്മ എല്ലാവരും ഇതെന്നെയാണെന്ന് എല്ലാവരുടെ ക്വസ്റ്റ്യനും. ആൺകുട്ടിയാട്ടോ പറഞ്ഞപ്പോൾ എല്ലാവരും ഇതന്നെ ഞാൻ പറഞ്ഞ ടോൺ തന്നെയാണെന്ന് എല്ലാവരും എന്ത് ഇതന്നെ. ഇതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരെയും വിളിച്ചറിയിക്കുമ്പോൾ അതെല്ലാവരും ഈ ഒരു സംഭവം എല്ലാവരും ചോദിച്ചിട്ടുള്ളൂ എൻ്റെ അടുത്ത്. അങ്ങനെ ആൺകുട്ടിയാന്ന് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ അന്ന് ലോട്ടറി അടിച്ച ഫീലാണ് കൊണ്ട് ആൺകുട്ടി എന്ന് പറഞ്ഞപ്പോൾ അമ്മ വന്നിട്ട് അവരോട് പറയും വിളിച്ചിട്ട് ഇവരോട് പറയും ഇവരൊക്കെ പെൺകുട്ടിയാന്ന് പറഞ്ഞില്ല. അവർ ആകെ പാടാണ് തൊട്ട് അമ്മയ്ക്കൊക്കെ. പിന്നെ വിൻചേട്ടനും അതെ. പക്ഷെ വിൻചേട്ടനെ ഇപ്പോൾ പെൺകുട്ടീന്ന് ഞാൻ വിൻചേട്ടനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. പക്ഷെ പുറത്തിരിക്കുമ്പോൾ കുറേ പേരിങ്ങനെ പറയുന്നുണ്ട് ശരിക്കും ഫസ്റ്റ് ഒരു ആൺകുട്ടിയാണെന്നാണ് നല്ലത്. ഞാൻ പറയുമ്പോൾ വിൻചേട്ടൻ്റെ ഉള്ളിലും വിൻചേട്ടൻ ഇത് കഴിഞ്ഞിട്ട് കുറേ കണ്ടായിട്ട് വിൻചേട്ടൻ പറഞ്ഞത് എൻ്റെ ഉള്ളിലും അത് എനിക്കിങ്ങനെ ലാസ്റ്റ് ആ മിനിറ്റ് ആയപ്പോൾ ഡെലിവറി പിറ്റേ ദിവസം എന്നൊക്കെ പറഞ്ഞപ്പോൾ വിൻചേട്ടൻ്റെ ഉള്ളിൽ ആൺകുട്ടിയായാൽ മതി അങ്ങനെ ഒരു മൈൻഡ് കയറി വന്നു എന്നൊക്കെ വിൻചേട്ടൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല, എനിക്ക് പെൺകുട്ടി എന്നുള്ളൊരു മൈൻഡ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നീ നമുക്ക് എൻ്റെ അടുത്തേക്ക് വരാട്ടോ. ഞാൻ ഇപ്പം പറഞ്ഞില്ല ഞാൻ ഉള്ള പഠിച്ചോടെ കുറച്ചേരം ചിന്തിച്ചു ഇത് പറഞ്ഞ ആരൊക്കെ എന്നെ തെരുവിളിക്കും എനിക്ക് അറിയില്ല കേട്ടാ. ഞാൻ എന്താ കിടന്ന് ചിന്തിച്ചെന്ന് അറിയാം അവിടെ കിടന്നിട്ടാ. ഈശ്വര ഞാൻ ഈ കുട്ടിക്ക് എന്തൊക്കെ ഡ്രസ്സ് ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കുക, ഞാൻ വിചാരിച്ച പോലെ എന്തെൻ്റെ ബോധം എന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്. അപ്പോൾ ഞാൻ സത്യമായിട്ട് ഞാൻ അതാ കിടന്ന് ചിന്തിച്ചത് അവിടെ കിടന്നിട്ട്.
ഈശ്വര എനിക്ക് പട്ടുപാവടയും ബ്ലൗസ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, മുടി കെട്ടി കൊടുക്കാൻ പറ്റില്ല, ആൺകുട്ടിയല്ലേ എന്നൊക്കെ സത്യം ഞാൻ അങ്ങനെ വിചാരിച്ചു. ഫസ്റ്റൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഞാൻ അങ്ങനെ കിളി പോയിട്ട് കിടന്നിട്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ വന്നത് എന്തെങ്കിലും ആവട്ടെ, ദൈവം കുട്ടീനെ ഒരു കുഴപ്പമില്ലാണ്ട് തന്നൂലോ. പിന്നീടാട്ടെ ഞാൻ അതൊക്കെ ചിന്തിച്ചത് എൻ്റെ ബോധക്കുറവ് കൊണ്ടാവാം ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ അതൊക്കെ വിട്ടു. പിന്നെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഞാൻ നമ്മൾ ഫോണിലൊക്കെ കാണാറ് വയ്യാത്തുണ്ണിയോളനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കാണാറില്ലേ, പിന്നെയൊക്കെ ഞാൻ അതാ കിടന്ന് ചിന്തിച്ചത്. പിന്നീട് അവിടെ തന്നെ കിടന്നിട്ട് ഫസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചു, പിന്നെ ഞാൻ മാറ്റി ചിന്തിച്ചു തുടങ്ങി. ഇങ്ങനെയൊന്നും തന്നില്ലല്ലോ, ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ആരോഗ്യത്തോട് കൂടി ഒരു കുട്ടീനെ തന്നൂല്ലോ എന്നൊക്കെ പിന്നീട് ഞാൻ അവിടെ തന്നെ കിടന്നിങ്ങനെ ചിന്തിച്ചു. പിന്നെ ഒരു കുട്ടീനെ കാണിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് സ്റ്റിച്ച് ഇടാൻ വരും, എനിക്ക് നല്ല സ്റ്റിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്നിട്ട് വേറൊരു ഡോക്ടർ വന്നു, മോളെ സ്റ്റിച്ച് ഇടാമെന്ന് പറഞ്ഞു, സ്റ്റിച്ച് ചെയ്യാൻ പോവാട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് തരിപ്പിച്ച് അതൊക്കെ ചെയ്തു. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. തരിപ്പിച്ചാലും കൂടിയിട്ട് ഞാനാണെങ്കിൽ ആ ചെയ്യണേലേക്ക് ശ്രദ്ധിച്ചിട്ടാണ് കിടക്കുന്നത്. ഓരോ കുത്തുമ്പോൾ ഞാൻ അയ്യോ അമ്മേ പറഞ്ഞ് ഞാൻ കിടന്ന് അളകുക. പിന്നെ ഡോക്ടർ എൻ്റെ അടുത്തേക്ക് സംസാരം തിരിപ്പിച്ചു. ആ ഡോക്ടർ തൃശ്ശൂരാണല്ലോ, അപ്പോൾ എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റി. ഒരു ലേഡി ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ എല്ലാവരും എനിക്ക് പെൺകുട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൺകുട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായി. ആളോട് ഞാൻ അവിടെ കിടന്ന് ഞാൻ ചിന്തിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ട് ഞാൻ ആദ്യം ഞാൻ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആവുമല്ലോ എന്ന്. പിന്നെ അങ്ങനെ ദൈവത്തിനോട് നന്ദി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല മോളെ, ഒരു കുഴപ്പമില്ലാണ്ട് കുട്ടീനെ തന്നുമല്ലോ, ഇനി ആളെ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം. അങ്ങനെ കുറേ അഡ്വൈസൊക്കെ വന്നു. പിന്നെ ഞാൻ ഡോക്ടറുടെ അടുത്ത് മനസ്സ് തുറന്നു. എൻ്റെ സകല കാര്യങ്ങളും ഞാൻ ആ ഡോക്ടറുടെ അടുത്ത് സംസാരിച്ചു. ഡോക്ടർ എന്നോട് ഓരോന്ന് ചോദിച്ചറിഞ്ഞൂട്ടാ. സംഭവം ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ തിരിച്ചതാണ് ഡോക്ടർ. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ലാസ്റ്റ് മിനിറ്റ് കുറഞ്ഞപ്പോൾ കഴിഞ്ഞു കേട്ടോ പറഞ്ഞു. അപ്പം എൻ്റെ കിളി പോയി. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, അതിലേക്ക് ശ്രദ്ധിക്കാണ്ടിരിക്കാനാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ വാർഡിലേക്ക് മാറ്റിയിട്ട് പിന്നെയും ഞാൻ ബോധമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ തേജ് ഒന്ന് 3.55 ഉണ്ടായിരുന്നു വെയിറ്റ്, ഏതാണ്ട് 4 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഒപ്പം 10 പേരുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അവരോരോരുത്തരും 5 ദിവസം അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ജനിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ഒക്കെ 3 കിലോനും ചോടെ 2,200 2,900 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ എല്ലാവർക്കും കുറേ പേര് ഓപ്പറേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേര് എന്നെ കാണാൻ വരികയായിരുന്നു. 4 കിലോൻ്റെ അടുത്തുള്ള കുട്ടീനെയാണ് ഈ കുട്ടി പ്രസവിച്ചേക്കുന്നത്. നോർമൽ ഡെലിവറി അല്ലേ അത്. എന്നിട്ട് മോളല്ലേ ഞങ്ങൾക്ക് ഒന്ന് കാണാൻ വന്നിട്ട് കുറേ പേര് വന്നിട്ട് ഈ കുട്ടി ആളോണ്ടൊക്കെ ഉണ്ട്, അപ്പോൾ പിന്നെ നോർമൽ ഡെലിവറി ഒക്കെ നടക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നിട്ട് എൻ്റെ അമ്മവരൊക്കെ എന്താ പ്രാവാൻ വരികയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതാക്കും. അങ്ങനെ പിന്നെ നമ്മൾ നല്ല എൻജോയ്മെന്റ് ആണെന്നിട്ട് അവിടെ കുട്ടികളെല്ലാം നമ്മുടെ കൂടെ അതുവരെ കുട്ടികൾ ഇല്ലാണ്ട് നടന്നവർക്കൊക്കെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കുട്ടികളായിട്ട് ഞങ്ങളുടെ കൂടെയൊക്കെ. പിന്നെ അന്നത്തെ രാത്രി നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. തേജുവിനെ കൊണ്ട് നല്ല സുഖമായിട്ട് തുടങ്ങി. പിറ്റത്തെ ദിവസം തേജ് കുറച്ച് വയസ്സിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേന്താ പറയുക ഇഞ്ചക്ഷനൊക്കെ അടിക്കില്ലേ, അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ വന്നല്ലോ. തേജുവിൻ്റെ മുഖം ഞാൻ കറക്റ്റ് കാണുന്നത് പിറ്റേ ദിവസം കേട്ടോ. പിന്നെ എനിക്ക് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് എന്നെ മാറ്റി കൊണ്ടുപോയി കിടത്തിയപ്പോൾ ഒരു മരുന്നൊക്കെ തന്നപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ നല്ല ഉറക്കം ഫുഡ് കഴിക്കേക്ക് എടുത്തായിരുന്നു കേട്ടോ. ഉണ്ണീനെ എടുക്കാനോ നോക്കാനൊന്നും എനിക്ക് പറ്റിയായിരുന്നു. എനിക്ക് നല്ല ക്ഷീണം വയ്യായിരിക്കും പിന്നീട് ഇടയ്ക്ക് വന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പിന്നെ കുറേ കഴിഞ്ഞിട്ട് നമ്മളത് നോർമലല്ല, കുളിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ സെറ്റാവില്ലേ. അപ്പോൾ ഞാനിങ്ങനെ തേജുവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഞാൻ സത്യം പറയാം അമ്മ അതിൻ്റെ മുഖം എന്താണോ ഇങ്ങനെ ഞാൻ ചോദിച്ച കാര്യം ചെയ്തിട്ടാ. അമ്മ എല്ലാവരും ഉള്ളിലാണ്. കാരണം അവൻ്റെ കവള് എങ്ങനെയാണെന്ന് അറിയോ, ഈ 2 കവളും ഇവിടേക്കാണ് വന്നിരുന്നത്. കുട്ടിയുടെ കണ്ണ് കാണില്ല, പിന്നെ അവന് കണ്ണ് പഴുപ്പുണ്ടായിരുന്നു, 2 കണ്ണൊന്നും വെള്ളം വരിക അങ്ങനത്തെ ഒരു സീനൊക്കെ കുറച്ച് നാളുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ 2 കണ്ണും കാണില്ല, ഒരുമാതിരി ചോപ്പ് കളറ് റെഡ് കളറ് കണ്ട കറുത്ത കുട്ടി എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു. വെള്ളപ്പാറ്റല്ല അവൻ, ഒരു റെഡിഷ് കളർ, ഒരു ഇരി കളർ പോലെ നല്ല റെഡിഷ് കളറായിരുന്നു. കാലിൻ്റെ അടിക്ക് ഈ ഞാൻ പറയും ഇത് കാലിൻ്റെ അടിക്ക് തൊട്ടിട്ട് ഞാൻ പറയട്ടാ മറ്റേ സഞ്ചി അമ്മതി കവറില് ചോര കളർ റെഡ് കളർ വെള്ളം ഒഴിക്കില്ലേ. ഞാൻ ഇപ്പം പറഞ്ഞ ഇപ്പോഴും നിങ്ങൾ എന്നെ പൊങ്കാലിടും. ഞാൻ പറയും നമ്മളെ ചിക്കൻ വേണ്ട പറയുന്നില്ല ഞാനത്. അങ്ങനെയൊക്കെ ഒരു ഉപമകൾ ഞാൻ അമ്മയുടെ അടുത്ത് പറയും. അമ്മക്ക് ഇത് മിണ്ടാണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് ഓരോ ഉപമകൾ അമ്മയുടെ അടുത്ത് പറയും കേട്ടോ. അമ്മയുടെ അടുത്ത് പറയാൻ ധൈര്യമുള്ളൂ. അപ്പോൾ അമ്മയുടെ അടുത്ത് പറയും അമ്മയ്ക്കൊന്നും മിണ്ടാണ്ട് നാക്കാരി കേട്ടോ ഓരോന്ന് പറയും മിണ്ടാണ്ടിക്ക് പറയേണ്ട അടുത്ത് അവിടെ നിന്നിട്ടേ. ഞാനാണെങ്കിൽ ഉറക്കെ പറയുക അമ്മ ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടില്ലേ, അമ്മ ഇത് കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ടില്ലേ എന്നൊക്കെ പറയും. അങ്ങനെ ഒരു റെഡിഷ് കളറായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫേസൊക്കെ നല്ല വ്യത്യാസം എടുത്തു. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നത് അവൻ്റെ തല, ഇപ്പം അവൻ്റെ തല നോർമൽ ഹെഡാണ്. ഇപ്പം എല്ലാവരും പറയും നല്ല ഭംഗിയുള്ള തല, പോലീസ് കട്ട് പോലീസുകളുടെ തല പോലെ തേച്ചിട്ട് തല പോലെ, അതായത് പോലീസ് കട്ടൊക്കെ അടിക്കുക അങ്ങനത്തെ ഒരു പറയണേക്കാം.
അവൻ്റെ തല എങ്ങനെയാണെന്ന് പറയാം പ്രസവിച്ച് കിട്ടുന്ന സമയത്ത്. ഞാൻ അതുവരെ അപ്പോഴാട്ടൊക്കെ കാണുന്നത്, കാരണം ഇവനെ തണുക്കാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയിട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ ഒരു തുണി കിട്ടുകൊണ്ട് അറിയില്ല. ഒരു ദിവസം ഞാൻ പാല് കൊടുക്കില്ലെന്നാണ്, പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് തുണി ഇങ്ങനെ മാറ്റിയിട്ടുണ്ടല്ലോ, കുട്ടിയുടെ ഈ തല ഇവിടുന്ന് ഇങ്ങോട്ട് എന്തോ ഒരു, എൻ്റെ അമ്മ പറയും മുടി കെട്ടി വെച്ച പോലെ. ഞങ്ങൾ പിന്നെ ഉപമകളാണെങ്കിൽ ഓപ്പണായിട്ട് പറയും ചെയ്യും, അതാണ് വിറ്റ്. മുടി കെട്ടി വെച്ച പോലെ ആയിട്ട് കറക്റ്റ് നമ്മൾ നല്ല ഉള്ളിലുള്ള ഒരാൾ മുടി ഒരു സൈഡിലേക്ക് കെട്ടിയിട്ടുണ്ട് അതേപോലെ. പിന്നെ ഇവിടെ ഒരു എക്ക് ഉണ്ടായിരുന്നു, അവന് സ്റ്റെപ്പായിരുന്നു ഇവിടെ. ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഴി, ഈ കുഴിയിൽ നിന്ന് പിന്നെ ഇവരും ഇങ്ങോട്ട് ഒരു തല ഒരു ചെരിവായിരുന്നു ഇങ്ങോട്ട് ബാക്കിലേക്ക്. അപ്പം അത് നമ്മൾ ഡോക്ടറോട് പറഞ്ഞില്ല, കാരണം നോർമലി ഒരു തലയ്ക്കൊരു ഷേപ്പ് അങ്ങനെയായിരുന്നു. നമ്മൾ അത്ര കാര്യമാക്കില്ല. പിന്നെ അമ്മ ഞാൻ പിന്നീടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, വേദന വന്നിട്ടാണ് എന്നെ കൊണ്ടുപോയി, ഇതൊക്കെ ഞാൻ അവരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടാ. അപ്പോഴാണ് അവർ പറഞ്ഞത് ചിലപ്പോൾ കുട്ടി വന്ന് തങ്ങി നിൽക്കല്ലേ, കറക്റ്റ് എനിക്ക് തോന്നുന്നു പറഞ്ഞുള്ളൂ, കുട്ടിയുടെ തല കാണുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു തേജുവിൻ്റെ ഈ തല ഈ എക്ക് കണ്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഭാഗമല്ലേ അതായിരിക്കും സ്റ്റക്കായിട്ട് വന്ന് നിന്നിട്ട്, ഞാനിങ്ങനെ കൊണ്ട് നടന്നുല്ലോ, അങ്ങനെ നിന്നിട്ട് ചിലപ്പോൾ അവിടെ അങ്ങനെ ജാമായിട്ടായിരിക്കും അവനെ തലയ്ക്ക് അങ്ങോട്ട് ഷേപ്പ് വന്നത്. പിന്നെ പറഞ്ഞു, നഴ്സുമാർ പറഞ്ഞു കേട്ടോ, അത് നമ്മൾ ഉഴിച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, അപ്പോൾ ചെയ്യുമ്പോൾ തല നല്ല റൗണ്ട് ഷേപ്പിൽ ഒഴിഞ്ഞൊഴിഞ്ഞ് കൊടുത്ത് അത് റെഡി ആയിക്കോളും, അത് ഡെലിവറി ടൈമിൽ വരണത്, പേടിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായി. പിന്നെ അങ്ങനെ ഞങ്ങൾ ഡെയിലി എല്ലാവരും ആളാം വീതം തല ഒഴിച്ചിലടന്ന് പണി, പാല് കൊടുക്കുമ്പോഴിക്കുക ആർക്കൊക്കെ എപ്പോഴും അതാ, കുട്ടീനെ ആരാണോ എടുക്കണത് അവർ കുട്ടിയുടെ തല നന്നായി ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ആർക്കും കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ ഒഴിഞ്ഞിട്ടാണ് അവൻ്റെ തലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തേക്കണത്, ആ ഷേപ്പ് ഒന്ന് വരണ്ട്. കാണാൻ വരുന്നവരൊക്കെ പറയും ഇതെന്താ കുട്ടിയുടെ തലക്കിടിച്ച് തല ഇങ്ങനെ ഒരു ഇത്ര നീളം അപാകത, ഇവിടെ എന്തോ ഒരു കുഴി, ഇതൊക്കെ ഒന്ന് ചോദിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് നമ്മൾ റെഡിയാക്കിയിട്ടാ. പിന്നെ ഒരു പ്രശ്നമായിട്ട് ഇടയിൽ എൻ്റെ പിറ്റേ ദിവസം ഇവന് പെട്ടെന്ന് കളർ മാറി, തേജുവിൻ്റെ മേത്തൊക്കെ കളറൊക്കെ മാറി, നീല കളറായി. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പൊതിഞ്ഞ് കെട്ടി കിടക്കില്ല. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഫാൻ്റെ നേരെ ചോട ബെഡ് കിട്ടി. അപ്പം നമ്മൾ ഇവനൊന്ന് ഫ്രീ ആക്കിയിട്ട് ഇട്ടു, പുതപ്പൊക്കെ മാറ്റിയിട്ട് നോർമലി നമ്മൾ കിടത്തി ഞാൻ അങ്ങനെ പാല് കൊടുക്കുമായിരുന്നു. പെട്ടെന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇവൻ്റെ ചുണ്ടൊക്കെ കറുത്തേക്കണു, തേജുവിൻ്റെ ചുണ്ട് കറുത്തേക്കണു, ഇവിടെയൊക്കെ നല്ല നീല കറുത്തോട് കണ്ടപ്പോൾ ഞാൻ ഒന്നുകൂടി കണ്ണിങ്ങനെ വിഴിക്കാൻ നമ്മളിങ്ങനെ ഉറങ്ങുമല്ലോ. അമ്മ ഇരിക്കേണ്ട അപ്പുറത്ത്, പക്ഷെ അമ്മയും വിൻഷാൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ വർത്താനം പറയാം. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം കാണുന്നത്. ഞാൻ അമ്മ അത് കുട്ടിയുടെ കളർ മാറി, അമ്മ അത് നോക്കുക പറഞ്ഞു. ഞാൻ അമ്മേനെ അങ്ങനെ തട്ടി നോക്കിയപ്പോൾ മൊത്തത്തിൽ നീല കളറാ കുട്ടി. അയ്യോ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് അമ്മ കണ്ടുകൊണ്ട് വാരി എടുത്തിട്ട് അമ്മ ഓടിയിട്ടാണ്. അമ്മ ആദ്യം ഓടി. അപ്പം എനിക്ക് ഇരിക്കാൻ പറ്റണില്ല, എനിക്ക് സ്റ്റിച്ചിൻ്റെ ഒരു ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചുണ്ടപ്പോഴേക്കും അമ്മ ഓടി, എത്തേണ്ടടുത്ത് അമ്മ എത്തിയിട്ടോ, വേഗം ഡോക്ടറുടെ അടുത്തൊക്കെ എത്തി. പിന്നെ വിൻഷാൻ്റെ അമ്മ എന്നെ വേഗം പിടിച്ച് എനിപ്പിച്ചു. പിന്നെ ഞാൻ ഞൊണ്ടിയിട്ടാണ് ഞാൻ ഓടുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ പിടിച്ചിട്ട് എന്താ അമ്മ കുട്ടിയെ കൊണ്ട് ഓടണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നും പറയാനും പറ്റില്ല, എനിക്ക് പെട്ടെന്ന് ഞാൻ ആകെ ഒരു ഇതായിട്ടാണ്. അങ്ങനെ ഞാൻ ചെന്ന് നോക്കി, ഇവനെ എന്താ CICയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ണിനെ കയറ്റിയിട്ട് സംഭവം ഇതാണ്, തണവ് കൂടുതൽ അടിച്ചിട്ടാണ്. അപ്പോൾ കുട്ടിക്ക് തണവ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. മാക്സിമം കുറച്ച് ഒരു നോർമലിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ചൂട് മതി, തണവ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടീനെ കുറച്ചേരം CICയിൽ ഇട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ ആ സമയത്ത്, കാരണം നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെയാണെന്നില്ലേ. അവിടുന്ന് പിന്നെ അവനെ 4 മണിക്കൂർ അങ്ങോട്ട് CICയിൽ ഇട്ടു. CICയിൽ ഇടുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുട്ടികളുടെ കരച്ചിലുകൾ, ഇങ്ങനെ കുറേ കുട്ടികളുണ്ട് കരച്ചിൽ ഇങ്ങനെ കേൾക്കണം. അപ്പോൾ ഏത് കരച്ചിൽ കേട്ടാലും അതെ ഞാനും അമ്മ ഇങ്ങനെ നോക്കും. നീ തേജോ കരയുന്ന വെച്ചിട്ട് പിന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. ഏത് കുട്ടികളെ കരയുന്നത് പിന്നെ എല്ലാ കുട്ടികളും ഒരുപോലെ, അതാണ് ഏറ്റവും ഫിറ്റ്. എന്നിട്ട് പേരിങ്ങനെ എഴുതുമല്ലോ, അങ്ങനെ വിളിച്ചു. അമ്മ വേഗം പോയിട്ട് വാങ്ങിയിട്ട്, അപ്പോൾ വാങ്ങിയപ്പോൾ ഇതിൻ്റെ ചുണ്ടൊക്കെ അങ്ങനെ ചോന്ന് വന്നേക്കണു, കരഞ്ഞിട്ടും. പിന്നെ നോർമലിലേക്ക് വന്നുമല്ലോ, ചോന്ന് കണ്ണുന്നൊക്കെ പിരിവിരുന്നല്ല വെള്ളമൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ചെറുതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വേഗം വാങ്ങിയെടുത്തു നമ്മുടെ എന്നൊക്കെ, ഞാൻ വേഗം വാങ്ങി. അവിടുന്ന് ഞാൻ തേജുവിനെ കെയറിങ് തുടങ്ങിയതാണ്. സത്യം പറയാലോ, ആ ഒരു സിറ്റുവേഷൻ തൊട്ടിട്ട് ഇതുവരെ തേജുവിനെ ഞാൻ അങ്ങനെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ എല്ലാവർക്കും പേടി, അവൻ എന്ത് ആക്കുമ്പോഴും. സംഭവം ഞാൻ വികൃതി കാട്ടി ഇപ്പോഴും അതേട്ടാ, അവനെ നല്ല അടിക്കേണ്ടത് അടി കിട്ടാറുണ്ട്. വികൃതി കാട്ടുമ്പോൾ ചീത്തൊക്കെ പറയും. പക്ഷെ അതുപോലെയാണ് ഞാൻ അവനെ കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് പിന്നെ അവിടെ നിന്ന് എനിക്ക് ഭയങ്കര പേടിയാ. കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കാനൊക്കെ എത്തുമ്പോൾ ഞാൻ ഒപ്പം പോയിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് വിടാൻ പേടിയായിരുന്നു. പിന്നെ അതുപോലെ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് എപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ അങ്ങനെ കാണണം എന്നുള്ളൊരു ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷമായിട്ട് അത് പിന്നെ വലുതാവുന്നതോറും അതാണ്. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം അങ്ങനെ ഞാൻ തന്നെയൊക്കെ അപ്പുറത്തേക്ക് കളിക്കാൻ അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ അതിന് മുന്നേ വരെയൊക്കെ എപ്പോഴും അതെ എൻ്റെ കണ്ണിൽ നിന്ന് മുന്നിൽ നിന്നാവും മാറി എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ഇതായി. പിന്നെ നമ്മളവിടെ ഡിസ്ചാർജ് പിന്നെ നമുക്കങ്ങനെ പറയാൻ മാത്രം പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഡിസ്ചാർജായി 5-ാം ദിവസം ഡിസ്ചാർജായി. പിന്നെ എൻ്റെ തൈറോയിഡ് നോർമലായിരുന്നു. അങ്ങനെ കുറേ ടെസ്റ്റൊക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ 5-ാം ദിവസം മാറി. പിന്നെ നമ്മൾ അങ്ങനെ വീട്ടിൽ വന്നിട്ടും ഭയങ്കര സീനായിരുന്നു. രാത്രി ഉറക്കമൊന്നുമില്ല. അത് പിന്നെ അറിയാമല്ലോ എന്തായിരിക്കും സിറ്റുവേഷൻ അനുഭവിച്ചവർക്ക്. രാത്രി ഉറക്കമില്ലായ്മകൾ അങ്ങനത്തെ കുറേ പ്രശ്നം വന്നിട്ട് ഞാനും അമ്മയൊക്കെ ഉറങ്ങാണ്ടിരുന്നുണ്ട് രാത്രി. ഒരു ദിവസം ഞങ്ങൾ എത്ര വേഗം നേരം വെളുക്കൂലേ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഒരു ദിവസം അവൻ 6 മണിക്ക് വൈകിട്ട് 6 മണിക്ക് ഉറങ്ങിയിട്ട് രാത്രി നമ്മൾ ഉറങ്ങണ നേരം 9 മണിയാകുമ്പോൾ അവൻ ഉറക്കത്തിൽ നിന്നിട്ടു. പിന്നെ അവൻ ഉറങ്ങണത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അതുവരെ അവൻ ഉറങ്ങിയിട്ടില്ല, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ഒരു 90 വരെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. 45 ദിവസം വരെ. പിന്നത്തെ ഒരു ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലായി. പിന്നെ വിൻഷാഡിനോടൊക്കെ പോയി 90-ന് വിൻഷാഡിനോടെ പോയി. അവിടെ നിന്നും നമുക്ക് അങ്ങനെ ഉറക്കത്തിൻ്റെ 45 ദിവസം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. പിന്നെ വല്ല വെയ്യായികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ചില ദിവസങ്ങളിൽ രാത്രി ഉറങ്ങാണ്ട് ശീലക്കേട് കാട്ടുക എന്നല്ലാണ്ട് അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്നാലും ചെറിയ രീതിക്ക് മാനേജ് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അപ്പം ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. ഇതിലെനിക്ക് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ എന്താ പറയുക, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് മെയിനായിട്ട് ഞാൻ ഒരു വട്ടം ഇൻസ്റ്റയിൽ റീലിട്ടപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഈ ഒരു ഡെലിവറി സ്റ്റോറി ഫുള്ളായിട്ടല്ല, ആ ഒരു പോർഷനില്ലേ പെൺകുട്ടിയെന്ന് വിചാരിച്ചിട്ട് ആൺകുട്ടിയാ. ഇപ്പം ഞാൻ ആദ്യം ചിന്തിച്ചത് എന്ത് ഡ്രസ്സ് ഇടിക്കുമെന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ക്യാപ്ഷനിൽ ഇങ്ങനെ കുറച്ച് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പേര് പറഞ്ഞു ബെസ്റ്റ് അമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ കമൻ്റൊക്കെ വന്നു കേട്ടോ. പക്ഷെ ഞാനത് അങ്ങനെ ഒരു ഇതായിട്ടല്ല. കാരണം ഒന്നാമത് എൻ്റെ മൈൻഡ് സെറ്റ് ആ സമയത്ത് അങ്ങനെയായിരുന്നു. ഞാൻ പ്രായം വെച്ച് ചെറുതെന്ന് പറയല്ല, എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു. കാരണം ഞാൻ പെൺകുട്ടിയാവുന്ന എല്ലാവരും ഒരു ആഗ്രഹം ഉള്ളിൽ തന്നപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞല്ലോ, ഇങ്ങനെ നടത്തണം അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ആൺകുട്ടിയെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് കാരണം എൻ്റെ മൈൻഡിൽ അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൺകുട്ടിയെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഓടിപ്പോയത് എൻ്റെ ബുദ്ധിയുടെ കുഴപ്പമായിരിക്കാം. എൻ്റെ ബുദ്ധി അങ്ങോട്ടാ പ്രതീക്ഷിച്ചതായിരുന്നു. ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ട് കൊടുക്കും. ഈ ആൺകുട്ടികൾക്ക് എപ്പോഴും ട്രൗസറും ബനിയനും അങ്ങനത്തേക്കല്ലേ ഉള്ളൂ, വെറൈറ്റി ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പിന്നെ തേച്ച് കുറച്ചേശ്ശെ വലുതായി. പിന്നെ നല്ലൊരു ക്യൂട്ട് ബോയ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടാ. അപ്പം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി ഇവൻ്റെ മേത്ത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഇവൻ്റെ മേത്ത് ചെയ്ത് തുടങ്ങണം എന്നായി. അപ്പം പിന്നെ ഞാൻ ജെൻസിൻ്റെ ആൺപിള്ളേരെയും നമുക്ക് അടിപൊളിയാക്കിയിട്ട് നടത്താൻ പറ്റും നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ. പെൺകുട്ടികളെ മാത്രമല്ല ഒരുക്കി കെട്ടിയിട്ട് എല്ലാവരും പറയുമല്ലോ, നമ്മൾ പെൺകുട്ടികളെ കണ്ട് എല്ലാവരും നോട്ടം അങ്ങോട്ടാ പോവാന്ന്. ആ ചിന്തകൾ ഞാൻ പലർക്കും മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ വലിയ ഇതായിട്ട് പറയില്ല കേട്ടാ. ഇപ്പോൾ കുറേ പേര് ഇപ്പം നമ്മൾ എന്തിട്ടാലും തേജുവിൻ്റെ ഡ്രസ്സ് ആയിക്കോട്ടെ, ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ. ഇപ്പം അവന് ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മുന്നേ എന്ന് പറയുമ്പോൾ വിൻഷേട്ടൻ തലയിൽ ചെയ്യാത്ത കട്ടില്ല എൻ്റെ തലയിൽ, എവിടെ വരാത്ത അങ്ങനെ എന്തും ചെയ്തു തല അവൻ്റെ മോഡിഫിക്കേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഞങ്ങൾ. പിന്നെ ഡ്രസ്സിങ് സ്റ്റൈൽ ആയിക്കോട്ടെ ഒക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ അവനെ സെറ്റാക്കിയിട്ട് നടത്താറുണ്ട്. ഷൂ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാം നമ്മൾ പെൺകുട്ടി മാത്രമല്ല ആൺകുട്ടികളെന്നെ ഞങ്ങൾക്ക് മാച്ചിന് നടത്താറിയാണ് നമ്മൾ കാണിച്ചു കൊടുക്കല്ല. അങ്ങനെ എന്തൊരു മൈൻഡ് വന്നു എനിക്ക്. എന്താ ആൺകുട്ടികളെയും നമുക്ക് ടിപ്പാക്കിയിട്ട് നടത്തിക്കൂടെ എന്ന് ചിന്തിച്ചു. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഞാൻ അതേപോലെ തേജുവിനെ മിൻഷേട്ടനെ ചോദിച്ചു, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുക. അച്ഛനും മോനും മാച്ചായിട്ട് നടക്കട്ടെ എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. അതും കാണാൻ രസമില്ല. നമ്മയും മോളും മാത്രം നടക്കണമെന്നല്ല, അച്ഛനും മോനും നടക്കണതിൻ്റെ ഒരു വൈബ് ഒന്ന് വേറെ ആയിരുന്നു. അപ്പം നമ്മളങ്ങനെ ഞാൻ ഏത് ഡ്രസ്സ് എടുക്കുമ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങി. മാച്ചിന് അച്ഛനും മോനും ഞങ്ങൾക്കൊക്കെ അങ്ങനെ എടുക്കണ ഒരു ഇതിൽ പോയി. അങ്ങനെ അവൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. പിന്നെ അതിന് ശേഷമാണ് നമുക്ക് ഇൻസ്റ്റയിൽ നിന്ന് കൊളാബറേഷൻ ആയിട്ട് വന്നത്. ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അതിൽ. കാരണം നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ കുറേ പേര് ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ ഇൻസ്റ്റയിൽ നിന്ന് കൊളാബറേഷൻ വന്നു തുടങ്ങി. ഇങ്ങനെ മാച്ചിങ് ഡ്രസ്സ് തന്നാൽ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നു തുടങ്ങി. പിന്നെ നമ്മളത് ചെയ്ത് തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി നമ്മൾക്ക് എന്താ പറയുക, നമ്മളൊന്നും കൂടി ഇങ്ങനെ മുന്നിക്ക് പോയി തുടങ്ങി. നമുക്ക് ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് പല മോഡലിലുള്ള കുർത്തകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ടാവുമല്ലോ നമ്മൾ ചെയ്യണത്, അതൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതലൊരു പല വീഡിയോസിലും കമൻറ്റ് വരെ എല്ലാവരും
ശ്രദ്ധിക്കും. അമ്മയും മോളും എന്താ പറയുക ഡോക്ടർ എന്താ പറയുക മോം ആൻഡ് ഡോക്ടർ കോംബോ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഡാഡ് ആൻഡ് സൺ കോംബോ കാണണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ വരണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വരെ വന്നു തുടങ്ങിയിട്ടാ. അപ്പോൾ അതും ഒരു രസം. അപ്പം ഞങ്ങൾ തേജുവിനെ ഞങ്ങൾ പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നും ഇല്ല. എനിക്കിപ്പോഴാണ് ബോധം വന്നിട്ടാ പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നും ഇല്ല. നമുക്ക് ആരാണോ ഒരു കുഴപ്പമില്ലാണ്ട് ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മളൊപ്പം നടത്തുക. അത്രേ പറയാൻ പറ്റും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്ത് കൊടുക്കുക അവർക്ക്, അതന്നെ പറ്റുള്ളൂ. ഞങ്ങളിപ്പോൾ ഞാനായാലും മിൻഷേട്ടനായാലും അതെ തേജുവിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മളെ കൊണ്ട് പറ്റണതൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ എവിടെ നിന്നായാലും അവനിപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, ആരായാലും അതെ നമുക്ക് അങ്ങനെ ഒരു ഇത് തരാറുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഭാഗ്യം എന്നും പറയണത് സത്യം പറഞ്ഞ തേജു തന്നെയാണ്. ഞങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്തത് തേജു ആണ്. ഒരുപാട് ചേഞ്ചസ് തേജു വന്നതിന് ശേഷം, ഇതൊക്കെ നമുക്ക് തേജു വന്നതിന് ശേഷമാണ് നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ തേജു വന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ വിൻഷാട്ടിൻ്റെ ജോബ് ഞാൻ പറഞ്ഞല്ലോ, ജോബോ കാര്യങ്ങളൊന്നും സെറ്റ് ആവാണ്ട് ഇങ്ങനെ ആ ഒരു ടൈമിലാണ് മാരേജ് പോലും. 25 വയസ്സും കണ്ട വിൻഷാട്ടിന് ഉണ്ടാകുന്നുള്ളൂ, എനിക്ക് 19. അപ്പോൾ ഞങ്ങൾക്കൊരു ജീവിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ജീവിതം, അല്ലെങ്കിൽ നമുക്കൊരു ഇത് വേണം എന്നൊക്കെ തോന്നിയത് തേജു വന്നതിന് ശേഷമാണ്. ഞങ്ങളുടെ ഭാഗ്യം ഞങ്ങളുടെ തേജു തന്നെയാണ് പറയുക. അപ്പം അങ്ങനെ ഡെലിവറി സ്റ്റോറി ഇപ്പം ഇതിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ ഒരുപാട് നേരമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞങ്ങളെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രാങ്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എനിക്ക് അറിയില്ല. പ്രാങ്ക് വീഡിയോ ചെയ്യാത്ത ഞാൻ വേറെ ഒന്നുമല്ല. വല്ല പ്രാങ്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വിൻഷാട്ട് അത് ഇടാൻ സമ്മതിക്കില്ല. കാരണം വിൻഷാട്ടിനുണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ട ഇതൊന്നും ഞാൻ എൻ്റെ ഇടരുത് കേട്ടോ, ഇതൊന്നും അതിൻ്റെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എടുത്താൽ തന്നെ ഇതൊന്നും അതിൽ കൊടുക്കരുത് കേട്ടോ. അങ്ങനത്തെ ഒരു ഡിമാൻഡ് കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാങ്ക് എന്നൊക്കെ പറയുമ്പോൾ അറിയാണ്ട് ചെയ്യണതല്ല. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. ഞാൻ ഈ പ്രാങ്ക് വീഡിയോ നോക്കി വെക്കാം, പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമല്ലോ പ്രാങ്ക്. അതാണ് ഒന്നും ചെയ്യാത്ത. ബാക്കി വീഡിയോസൊക്കെ നമുക്ക് പതുക്കെ ചെയ്യാം. പിന്നെ ഈയിടെയായിട്ട് എനിക്ക് കുറച്ച് മടിയൊക്കെ വരുന്നുണ്ട് വീഡിയോസൊക്കെ ഇടാൻ, അതുകൊണ്ടാണ് കുറച്ച് ഇതാവുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. ഇപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ കമൻറ്റിലൊക്കെ കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് എനിക്ക് ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ലാസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ഒരെണ്ണം ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ ഒന്ന് മെയിനായിട്ട് കമ്പയർ ചെയ്ത് ഒരാൾ പറഞ്ഞപ്പോൾ തന്നെ ഇത് എനിക്കും നടന്നിട്ടുണ്ടല്ലോ തോന്നിയതാട്ടോ കമൻറ്റിൽ പറഞ്ഞത്. സംഭവം ഏജിൻ്റെ കാര്യം. എന്താ പറയുക, ഇരട്ടസംഖ്യ വെച്ചിട്ടുള്ള ഏജ് ആണെങ്കിൽ പെൺകുട്ടിയെന്നും ഒറ്റസംഖ്യയിൽ വരുന്നതാണെങ്കിൽ ആൺകുട്ടീന്ന്. അതായത് എനിക്കും വിൻഷാട്ടിനും 20ഉം വിൻഷാട്ടിന് 26 ആയിരുന്നു ഏജ് ആ സമയത്ത്. അപ്പം ഇരട്ട സംഖ്യയല്ല വന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടിയാണ്, ഏജ് കൊണ്ട് നോക്കിയാലും പെൺകുട്ടിയാണ്. അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേര് വിൻഷാട്ടിൻ്റെ റിയാക്ഷൻ ചോദിച്ചു. വിൻഷാട്ടിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വിൻഷാട്ടിനായാലും ഞാനായാലും എന്തുണ്ടെങ്കിലും മുഖത്ത് എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരാണ്. റിയാക്ഷൻ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് നമ്മളത് എക്സ്പ്രസ് ചെയ്യാറില്ല. ഞങ്ങൾക്ക് ഭയങ്കര ചമ്മലാണ്. അപ്പോൾ നമ്മളങ്ങനെ വലിയ റിയാക്ഷനൊന്നും കാട്ടിയിട്ടുണ്ടായിരുന്നില്ല. എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അതിപ്പോൾ എനിക്കായാലും അറിയില്ല. ഒരു സന്തോഷം വന്നാൽ പോലും നമുക്കിപ്പോൾ ഇങ്ങനെ അവരോട് ഇങ്ങനെ ഞങ്ങൾക്ക് രണ്ടാളും ഒരേപോലെ അറിയില്ല. അപ്പോൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം ഒരാൾ പറഞ്ഞു, തേജു നിങ്ങളുടെ ലൈഫിലെ ഭാഗ്യമായിരുന്നു. അപ്പോൾ അത് സത്യമാണ് കേട്ടോ. നമ്മുടെ പ്രീവിയസ് വീഡിയോസിലെ കമൻസ് ആട്ടോ ഞാൻ പറഞ്ഞത്. ഇതിലെ അത് സത്യമാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ ലാസ്റ്റ്. അത് നമ്മുടെ ഭാഗ്യം തന്നെയാണ് എന്നാണ് ഞങ്ങളും വിശ്വസിക്കണത് കേട്ടോ. പിന്നൊരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നത് PV ചെയ്യാൻ അങ്ങനെ സമ്മതിക്കാണ്ടിരിക്കുമോയെന്ന്. അതെന്താണെന്ന് വെച്ചാൽ PV ചെയ്യാൻ എനിക്കൊരു 9-8 മാസം വരെ ഒന്നും എനിക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. സ്കാനിങ്ങിലായാലും എല്ലാത്തിലും എനിക്ക് നോർമലാണെന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തോണ്ട് തോന്നുന്നു എനിക്ക് PV ചെയ്യേണ്ടി വന്നിട്ടില്ല ഡെലിവറിക്ക് വേണ്ടി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സൈഡ് ഒരു വട്ടം പെയിനായിട്ട് ചെന്നിട്ട് പോലും എന്നെ PV ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് നോക്കും ഇങ്ങനെ ചെക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ, അതുകൊണ്ടായിരിക്കാം. പിന്നെ 9ാം മാസത്തിൽ അഡ്മിറ്റ് ആക്കിയതിന് ശേഷമാണ് PV സ്റ്റാർട്ടിങ് തുടങ്ങിയത്. അവിടെ ചെന്നതിന് ശേഷം അതും ഡെലിവറിക്ക് കയറുന്ന ആ ഒരു ടൈമിലാണ് എന്നെ PV ചെയ്യാൻ നോക്കിയത്. അപ്പോൾ എനിക്ക് ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വേദന വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് PV ചെയ്യാന്ന് പറഞ്ഞ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ വേണ്ടി കെടുത്തൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ സമ്മതിച്ചിരുന്നില്ല. ഞാൻ കരയാലെ വയ്ക്കുക സമ്മതിച്ചിരുന്നില്ല കിടന്നിട്ട്. അപ്പോൾ ഡോക്ടർമാർ അവസാനം എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ സമയമുണ്ടല്ലോ വിചാരിച്ച് ഇങ്ങനെ മാറ്റി വെച്ചു. പിന്നെ പെട്ടെന്നായിരുന്നു ഡെലിവറി. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ടായിരുന്നു. അതുകൊണ്ടാണ് PV ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല പറഞ്ഞത്.
പിന്നെ അതുപോലെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവർ PV പോലെ എന്തോ ചെയ്യുമല്ലോ, അപ്പോൾ അതെൻ്റെ ഓർമ്മയിലേക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അത് ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് ഡോക്ടർമാരാണ് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ വരുന്ന കമൻസിനെ ആട്ടോ ഞാൻ ഇപ്പം തന്നെ പറയണത്. ഇപ്പം ഞാൻ കുറേ ഇൻസ്റ്റയിലേക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നുകൊണ്ടാണ് ഞാൻ പറയണത്. ഇപ്പോൾ ആൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മൂഡ് ഓഫ് ആയി, ചിന്തിച്ചത് ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞില്ല. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, പെട്ടെന്ന് കേട്ട ഷോക്കിൽ എൻ്റെ ചിന്ത പോയത് അങ്ങനെയാണ്. അല്ലാണ്ട് അയ്യോ ആൺകുട്ടി അങ്ങനത്തെ ഒരു ഇതല്ല കേട്ടാ. അതായത് ഇപ്പോൾ പറയുക ഒരു കുഴപ്പമില്ലാണ്ട് ദൈവം തന്നൂല, അതൊക്കെ ഞാൻ സമ്മതിച്ച് തരുന്നുണ്ട്. ഞാൻ പിന്നീട് വിചാരിച്ച കാര്യങ്ങളാണ്. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ പെൺകുട്ടിയായിരുന്നു. പിന്നെ എൻ്റെ മൈൻഡ് ആ ഒരു സമയത്ത് എന്തൊക്കെ അങ്ങനെ ചിന്ത ഫസ്റ്റ് പോയത്. അതിപ്പോൾ ചിലപ്പോൾ എൻ്റെ ബോധത്തിൻ്റെ കുഴപ്പമായിരിക്കാം. പിന്നീട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പിന്നീട് ഓയ്ക്ക് ഇങ്ങനെ തന്നുമല്ലോ ഒരു കുഴപ്പമില്ലാണ്ട്. ഇപ്പോഴും ഞാൻ അതന്നെ വിചാരിക്കുള്ളൂ. ഓരോ കുട്ടികളെ കാണുമ്പോഴോ നമുക്ക് ദൈവം അതൊരു തന്നെയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാരും നെഗറ്റീവായിട്ട് എടുക്കരുത്, ഓപ്പണായിട്ട് പറഞ്ഞു എന്നുള്ളൂ. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാൻ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. അതിൽ ഓരോ മൊമെൻറ്റ്സ് നമുക്ക് അഞ്ച് വർഷം ആവാറായല്ലോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വിട്ടുപോയിട്ട് മറന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഓരോരുത്തർ എൻ്റെ കമൻസിൽ ചോദിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരണത്, ശരിയാലോ എനിക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചത്. അതാണ് ഞാനിപ്പോൾ രണ്ടാമത് പോസ്റ്റ് ചെയ്യുന്നതിനൊക്കെ മുന്നേ അതൊന്ന് ക്ലിപ്പ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് ഇനി എന്തെങ്കിലും പറയാൻ വിട്ടു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടറിയില്ല. പിന്നെ ഒരു എടുത്ത് പറയേണ്ട കാര്യം, അമ്മ എന്നെ നല്ല കെയർ ചെയ്തിട്ടുണ്ട് ആ ടൈമിൽ. ഒരു ഡിപ്രഷൻ സ്റ്റേജ് എന്നൊക്കെ പറയില്ലേ ഡെലിവറി കഴിഞ്ഞ്, എനിക്കത് പറയത്തക്ക മാത്രം ചിന്തിക്കാൻ ഡിപ്രഷനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം 85 ദിവസം വരെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ പരമാവധി അച്ഛനായാലും അമ്മയായാലും എന്നെ നല്ല കെയർ ചെയ്തിട്ടുണ്ട്. ഫുഡായിക്കോട്ടെ, പിന്നെ മരുന്ന്, എന്താ പ്രസവരക്ഷ ഇല്ല, അതൊക്കെ അമ്മ ഒറ്റയ്ക്കാണ് എന്നെ ചെയ്തിരിക്കുന്നത്. ആരുടെയും ചിലപ്പോൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർക്ക് പിന്നെ ക്ലാസ്സിന് പോകണം, അങ്ങനെയായിരുന്നു. അമ്മ നല്ലോണം കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉറക്കമില്ലാണ്ട് ഇവനെയും നോക്കണം, എന്നെയും നോക്കണം, അങ്ങനെ ഒരു സഹായം എന്ന് പറയാൻ ആരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എന്നെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകുമ്പോൾ എടുത്തിരിക്കാൻ അവളോ, ചിലപ്പോൾ അവൾ ക്ലാസ്സിന് പോയി അതും ഉണ്ടായിരിക്കില്ല. അപ്പം അങ്ങനത്തെ കുറേ കഷ്ടപ്പാട് അമ്മ അന്ന് ആ സമയത്തുണ്ട്. പിന്നെ എനിക്ക് ഒരുവിധം പ്രസവരക്ഷയ്ക്കുള്ള മരുന്നുകളൊക്കെ ഒരുവിധം എന്നല്ല എല്ലാതും അമ്മ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാതും അമ്മമ്മ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാ സുരക്ഷയ്ക്കുള്ള മരുന്നും കാര്യങ്ങളും, ചൂട് പിടിക്കലായിക്കോട്ടെ, മഞ്ഞൾ, അങ്ങനെ എല്ലാതും ഫുള്ള് ഒരു കാര്യം പോലും വിടാണ്ട് അമ്മ ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്കിപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് വയറ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് കുറച്ചെന്നൊക്കെ. ഞാൻ അങ്ങനെ കുറയ്ക്കാൻ വേണ്ടി എന്നാലും ഉണ്ട്, പക്ഷേ ബോറിംഗ് ആയിട്ടുള്ള ഒരു വയറോ കാര്യങ്ങളൊന്നും എനിക്കില്ല. പിന്നെ ഒന്ന് ഇതുള്ളത് ചിലർ പറയുള്ളൂ തണ്ടിൽ വേന അങ്ങനെയൊക്കെ വരാണ്ടിരിക്കാൻ, ആഫ്റ്റർ എഫക്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേ സുരക്ഷകൾ ചെയ്തെന്നുണ്ട്. പിന്നെ ഒരു കുട്ടി കമൻറ്റിൽ ഇപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ എല്ലാവരും റിപ്ലൈ കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ, നോർമൽ ഡെലിവറി ആവാനുള്ള ടിപ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനതൊക്കെ പറയാൻ വിട്ടതാണ്. നോർമൽ ഡെലിവറിക്ക് ടിപ്സ് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് അമ്മ നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് എന്നെ ഓരോ സമയത്ത് ഇങ്ങനെ നടക്കുക, പിന്നെ വെയിൽ കൊള്ളിക്കുക, അതൊക്കെ ഞാൻ ചെയ്തിരുന്നത് നോർമൽ ഡെലിവറിയുടെ ഭാഗമല്ല. പക്ഷെ എനിക്ക് എന്തൊരു വെള്ളം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് നല്ല വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു ദിവസം ഒരുപാട് വെള്ളം കുടിക്കും, മണിക്കൂർ വെച്ചിട്ട്. അത് എന്ത് വെള്ളമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തോ ഒരു പേര് പറയൂ, എന്തിൻ്റെ അയ്യോ ഞാനൊന്ന് ഇപ്പോൾ വിളിച്ച് ചോദിക്കേണ്ടി വരും ഞാൻ അമ്മോട്. എന്തിൻ്റെയോ പേരും പിന്നെ എന്തോ ഒരു സംഭവം ഞാൻ ചോദിച്ചിട്ട് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടാ. എന്തോ ഒരു സംഭവത്തിൻ്റെ ആ വേരും വേറെ എന്തോ ഒരു സംഭവം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം മാത്രമേ എനിക്ക് കുടിക്കാൻ തന്നിടുന്നുള്ളൂ. നോർമൽ ഡെലിവറി ആവും, നമുക്ക് ആ സമയത്ത് വേദന അറിയില്ല, ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ കുടിക്കെങ്കിലും കൂടിയിട്ട് പിന്നെ ഏതൊക്കെ കുടിച്ചപ്പോൾ വേദന അറിയാണ്ടിരിക്കില്ല, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ വലിയ വേദന ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, പെട്ടെന്ന് നടന്നുകൊണ്ട്. അപ്പം അമ്മ എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഒരു വെള്ളം കുടിക്കാൻ ഒരുപാട് തന്നിട്ടുണ്ട്. ഞാനൊരു വിൻഷാഡിൻ്റെ ഇങ്ങോട്ട് പിന്നെ കൊടുന്നതിന് ശേഷം ഒരു 8-ാം മാസം തൊട്ടിട്ട് 9 ആ ഒരു പ്രസവം വരെ ഞാൻ ഈ ഒരു വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. വെള്ളം നല്ല കുടിച്ചിരുന്നു. അത് എന്തിൻ്റെ ഒരു വേരും പിന്നെ വേറെ എന്തോ ഒരു സംഭവം ഇട്ടിട്ടുള്ള ഒരു വെള്ളമാണ് തിളപ്പിച്ചിട്ട് അത് നല്ല ഞാൻ കുടിച്ചിട്ടുണ്ട്. രാത്രി അമ്മയ്ക്കൊരു ചെമ്പിലാണ് കൊടുന്ന് വെച്ചില്ല, ആ ചെമ്പ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഞാൻ കുടിച്ച് തീർക്കാറുണ്ട്. എനിക്ക് പേടിയുണ്ട് കേട്ടോ അങ്ങനെ. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് നോർമൽ ഡെലിവറി ആവാനാന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതെന്താണെന്ന് ഞാൻ എന്തിൻ്റെ പേരാന്നൊക്കെ ഉള്ളത് ഞാൻ ചോദിച്ചിട്ട് പിൻ ചെയ്തിട്ടിടാം കേട്ടോ. അപ്പോൾ നമുക്കിനി ബൈ.